അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസഹാബത്തിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വളരെ വലിയ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്തു യൂസുഫിലെ 1 മുതൽ 36 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസിൽ നാം പഠിച്ചു മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൂടെ ജയിലിൽ പ്രവേശിപ്പിക്കപ്പെട്ട 2 ചെറുപ്പക്കാർ അവർ കണ്ട സ്വപ്നം യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറയുകയും അതിൻ്റെ വ്യാഖ്യാനം എന്താണ് എന്ന് ചോദിക്കുകയും താങ്കൾ ഒരു നല്ല മനുഷ്യനാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഈ വിഷയത്തിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന കാര്യം ചോദിച്ച ഭാഗമാണ് 36-ാമത്തെ ആയത്തിലുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറയുന്നത് എന്ന് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ലാ يأتيكما طعام ترزقانه إلا نبأتكما بتأويله قبل أن يأتيكما ذلكما مما علمني ربي إني تركت ملة قوم لا يؤمنون بالله وهم بالآخرة هم كافرون واتبعت ملة آبائي إبراهيم وإسحاق ويعقوب ما كان لنا أن نشرك بالله من شيء ذلك من فضل الله علينا وعلى الناس ولكن أكثر الناس لا يشكرون. يا صاحبي السجن أأرباب متفرقون خير أم الله الواحد القهار ما تعبدون من دونه إلا أسماء سميتموها أنتم وآباؤكم ما أنزل الله بها من
سلطان إن الحكم إلا لله أمر ألا تعبدوا إلا إياه ذلك الدين القيم ولكن أكثر الناس لا يعلمون. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അവർ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ലാ യഅ്തീകുമാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും വന്നെത്തുകയില്ല. അത്താ യഅ്തി ഇത്തിയാനൻ, ലാ യഅ്തീകുമാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും വന്നെത്തുകയില്ല. ത്വആമുൻ, ഭക്ഷണം, തുർസഖാനിഹി, നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി നൽകപ്പെടുന്ന ഭക്ഷണം, അത് നിങ്ങൾക്ക് വന്നെത്തുകയില്ല. റസഖ, ഭക്ഷണം നൽകുക, റുസിഖ, നൽകപ്പെടുക. തുർസഖാനിഹി, ആ ഭക്ഷണം നിങ്ങൾക്ക് രണ്ടുപേർക്കും നൽകപ്പെടുകയില്ല, അല്ലെങ്കിൽ വരികയില്ല. എങ്ങനെയായിക്കൊണ്ടല്ലാതെ? ഇല്ലാ നബ്ബഅ്തുകുമാ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ. നബ്ബഅ യുനബ്ബിഉ തൻബീഅൻ, പറഞ്ഞു തരിക. ഇല്ലാ നബ്ബഅ്തുകുമാ ബിതഅ്വീലിഹി, അതിൻ്റെ തഅ്വീല് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതിരിക്കുകയില്ല. ഖബ്ല അൻ യഅ്തിയകുമാ, ആ ഭക്ഷണം നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ്. അപ്പോൾ ജയിലിൽ വെച്ച് നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഭക്ഷണം വരുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാണിക്കപ്പെടുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഇതുപോലെയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതിൻ്റെ തഅ്വീലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ദാലികുമാ, അതെന്തുകൊണ്ടെന്നാൽ മിമ്മാ അല്ലമനി റബ്ബി, എൻ്റെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പഠിപ്പിച്ചു തന്ന ഇൽമിൽപ്പെട്ടതാണത്. അല്ലമ യുഅല്ലിമു തഅലീമൻ. ദാലികുമാ മിമ്മാ അല്ലമനി റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് പഠിപ്പിച്ചു തന്ന ഇൽമാണത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതൊരു ഭക്ഷണം ജയിലിൽ വെച്ച് നൽകപ്പെട്ടാലും അതിൻ്റെ തഅ്വീല്, അതിൻ്റെ ലക്ഷ്യമെന്താണ്, അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇന്നി തറക്തു മില്ലത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹ്, ഇന്നി, നിശ്ചയമായും ഞാൻ, തറക്തു, ഉപേക്ഷിച്ചിരിക്കുന്നു. തറക യത്റുകു തർക്കൻ, ഉപേക്ഷിക്കുക. ഇന്നി തറക്തു, ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു, മില്ലത, ഒരു മില്ലത്ത്, ഒരു മതത്തെ, ഖൗമിൻ, ഒരു ജനവിഭാഗത്തിൻ്റെ മതത്തെ, മില്ലത്തിനെ, ആദർശത്തെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. എന്താണ് അവരുടെ പ്രത്യേകത? ലാ യുഅ്മിനൂന ബില്ലാഹ്, അവർ അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല. വഹും, മാത്രമല്ല അവർ, ബിൽ ആഖിറതി, പരലോകത്തെ, ഹും കാഫിറൂൻ, പരലോകത്തെ സംബന്ധിച്ചാകട്ടെ അവർ അതിനെ നിഷേധിക്കുന്നവരുമാണ്, കാഫിറുകളാണ്, നിഷേധിക്കുന്നവരാണ്. അപ്പോൾ ഈ രണ്ട് ചെറുപ്പക്കാർ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ആവശ്യപ്പെട്ടപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രവേശിച്ചില്ല. മുഫസ്സിരിങ്ങൾ പറയുന്നത്, അവർ പറഞ്ഞ കാരണം, ഒരാൾ പറഞ്ഞു ഇന്നി അറാനി ആസിറു ഖംറ, ഞാൻ മുന്തിരിയിൽ നിന്ന് വീഞ്ഞുണ്ടാക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു. മറ്റൊരാൾ പറഞ്ഞു അറാനി അഹ്മിലു ഫൗഖ റഅസി ഖുബ്സൻ തഅകുലു ത്വയ്റു മിൻ, ഞാൻ റൊട്ടി ചുമക്കുന്നതായി കണ്ടു, അതിൽ നിന്ന് പക്ഷി കഴിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ വ്യാഖ്യാനം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അത് കേട്ട മാത്രയിൽ തന്നെ അറിയാം. പക്ഷേ അതിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം വിഷമമുണ്ടാക്കുന്ന വ്യാഖ്യാനമാണ്. അതുകൊണ്ട് തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഡയറക്റ്റ് ആ വിഷയം പറയാതെ അവരുടെ ശ്രദ്ധ മറ്റൊരു വിഷയത്തിലേക്ക്
കൊണ്ടുപോകാനാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ശ്രമിച്ചത്. എനിക്ക് സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാൻ കഴിയും, ഞാനത് വ്യാഖ്യാനിക്കാം, അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവരുടെ ശ്രദ്ധയെ തിരിക്കുകയും അതിനേക്കാൾ ഗൗരവമുള്ളൊരു വിഷയത്തിലേക്ക് അവരുടെ ശ്രദ്ധയെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷണിക്കുകയാണ്. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഖാല ലാ യഅ്തീകുമാ ത്വആമുൻ തുർസഖാനിഹി, നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഒരു ഭക്ഷണവും നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഇല്ലാ നബ്ബഅ്തുകുമാ ബിതഅ്വീലിഹി, അതിൻ്റെ തഅ്വീൽ, അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ, ഖബ്ല അൻ യഅ്തിയകുമാ, അത് വരുന്നതിന് മുമ്പ്. എന്താണ് ഇതിൻ്റെ തഫ്സീർ? ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അനിസുദ്ദി ഖാല യൂസുഫു ലഹുമാ ലാ യഅ്തീകുമാ ത്വആമുൻ തുർസഖാനിഹി ഫിന്നൗമി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സ്വപ്നത്തിൽ നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഭക്ഷണം കണ്ടാൽ, നിങ്ങൾ സ്വപ്നത്തിൽ നാളെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ അടുത്ത ട്രിപ്പ് ഭക്ഷണം എപ്പോഴാണോ വരുന്നത് ആ ഭക്ഷണത്തെ സംബന്ധിച്ച് നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടാൽ, ഇല്ലാ നബ്ബഅ്തുകുമാ ബിതഅ്വീലിഹി ഫിൽ യഖള, ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം നിങ്ങളത് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആ ഭക്ഷണത്തിൻ്റെ തഅ്വീൽ എന്താണ്. അതുകൊണ്ടാണ് ഇവിടെ ഇല്ലാ നബ്ബഅ്തുകുമാ ബിതഅ്വീലിഹി എന്ന് പറഞ്ഞത്. അവിടെ തഅ്വീൽ സാധാരണ സ്വപ്നത്തിന് വ്യാഖ്യാനം പറയുമ്പോഴാണ് അത് പറയുക. നേരത്തെ പറഞ്ഞ നബ്ബിനാ ബിതഅ്വീലി ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണ്. എന്നതുപോലെ നിങ്ങൾക്ക് സ്വപ്നത്തിൽ ഇതേപോലെ ഏതെങ്കിലും ഒരു ഭക്ഷണം നൽകപ്പെടുന്നതായി നിങ്ങൾ രണ്ടുപേരും സ്വപ്നം കാണുകയാണെങ്കിൽ, ആ ഭക്ഷണത്തെ സംബന്ധിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ, ഞാൻ അതിൻ്റെ തഅ്വീൽ പകലിൽ ആ ഭക്ഷണം വരുന്നതിന് മുമ്പ് തന്നെ അത് ഏതൊക്കെ ഭക്ഷണമാണ്, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് സ്വപ്നത്തിൽ കാണുന്ന ഭക്ഷണമാണ്, വ്യാഖ്യാനം പകല് പറഞ്ഞു കൊടുക്കും ആ ഭക്ഷണം വരുന്നതിന് മുമ്പ്. ഇതാണ് ഒരു തഫ്സീർ. രണ്ടാമത്തെ തഫ്സീർ, നിങ്ങൾക്ക് ഏതൊരു ഭക്ഷണം വന്നാലും, ജയിലിലുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കും, ആ ഭക്ഷണം നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയത്തിൽ രാജാവ് എന്താണ് തീരുമാനിക്കാൻ പോകുന്നത് എന്ന്. അവിടെ മുഫസ്സിരീങ്ങൾ പറയുന്നത്, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർക്കുള്ള ഭക്ഷണം വേറെയായിരുന്നു. അവിടെ ജയിലിൽ കൊടുക്കുന്ന ഭക്ഷണം ഓരോരുത്തരുടെ ശിക്ഷക്കനുസരിച്ചുള്ള ഭക്ഷണം കൊടുത്തിരുന്നു. അപ്പോൾ അവർക്ക് നൽകപ്പെടുന്ന ഭക്ഷണം നോക്കിയിട്ട് അതിൽ ആർക്കാണ് വധശിക്ഷ, ആർക്കാണ് രക്ഷപ്പെടാൻ പറ്റുക എന്ന് ഞാൻ പറഞ്ഞു തരാം എന്നാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഉദ്ദേശിച്ചത് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു തബാറക വ തആല ആലം. കൂടുതൽ യോജിക്കുന്നത് സ്വപ്നത്തിൽ കാണുന്നു, പിന്നീട് അതിൻ്റെ തഅ്വീൽ പറഞ്ഞു കൊടുക്കുന്നു. ഇല്ല എങ്കിൽ ജയിലിൽ സാധാരണ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ വ്യത്യാസം നോക്കിയിട്ട് പറയാൻ പരിചയമുള്ള ഏതൊരാൾക്കും കഴിയും. അത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മാത്രമല്ല, പരിചയമുള്ള ഏതൊരാൾക്കും കഴിയും. എന്നാൽ സ്വപ്നത്തിൽ കണ്ടിട്ട് അതിൻ്റെ ഉദ്ദേശം ഇന്നതാണെന്ന് പറയാൻ ആർക്കേ കഴിയുള്ളൂ? അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രവാചകന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഉടനെ തന്നെ പറഞ്ഞത്, ദാലികുമാ മിമ്മാ അല്ലമനി റബ്ബി, എൻ്റെ റബ്ബനിക്ക് പഠിപ്പിച്ചു തന്നതാണ് ആ വ്യാഖ്യാനം. അപ്പോൾ അത് സ്വപ്ന വ്യാഖ്യാനം തന്നെയാണ്. അപ്പോൾ സ്വപ്നത്തിൽ നിങ്ങൾ ഏതൊരു ഭക്ഷണം നൽകപ്പെടുന്നത് കണ്ടാലും നിങ്ങളതെന്നോട് പറഞ്ഞാൽ അതിൻ്റെ വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. പടച്ച റബ്ബനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ ഓൾറെഡി കണ്ട സ്വപ്നമുണ്ടല്ലോ, അതിൻ്റെ വ്യാഖ്യാനം എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട്, എന്നാൽ അതിനെ വ്യാഖ്യാനിക്കാതെ അദ്ദേഹം അവ്യക്തമാക്കുകയാണ് ചെയ്തത്. എന്നിട്ട് സബ്ജക്റ്റ് മറ്റൊന്നിലേക്ക് തിരിച്ചു. കാരണം ഒരാൾക്ക് വിഷമമുണ്ടാകുന്ന വാർത്തയാണെങ്കിൽ ആ സബ്ജക്റ്റ് മാറ്റി മറ്റൊരു സബ്ജക്റ്റിലേക്ക് പോകാം. അതേസമയത്ത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അതിൽ രണ്ടുദ്ദേശമുണ്ട്. ഒന്ന്, മഹത്തായ ഇസ്ലാമിൻ്റെ ദഅവത്താണ്. സൂറത്ത് യൂസുഫിലെ ഏറ്റവും ശ്രദ്ധേയമായ ആയത്തുകൾ ഏതാണ് എന്ന് ചോദിച്ചാൽ, സൂറത്ത് യൂസുഫ് നമുക്കറിയാം. സൂറത്ത് യൂസുഫ് എന്ന് കേൾക്കുമ്പോഴേക്ക്, അതല്ലെങ്കിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ച് കേൾക്കുമ്പോഴേക്ക് എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ചരിത്രം എന്ന് പറയുന്നത് ആ രാജാവിൻ്റെ പത്നിയുമായി സുലൈഖയുമായിട്ടുണ്ടായിട്ടുള്ള സംഭവമാണ്. അതിനപ്പുറത്ത് സൂറത്ത് യൂസുഫിനെയും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെയും ആരുടെയും മനസ്സിലേക്ക് അങ്ങനെ വരാറില്ല. എന്നാൽ അറിയുക,
സൂറത്തു യൂസുഫിലെ ഏറ്റവും ശ്രദ്ധേയമായ ആയത്ത് ഇനി പറയാൻ പോകുന്ന 1-2 ആയത്തുകളാണ്. ഇതാണ് ഇതിൻ്റെ കേന്ദ്രബിന്ദു. ഇതാണ് കേന്ദ്രബിന്ദു. ഈ ആയത്ത് ആണ് സൂറത്ത് യൂസുഫിൻ്റെ ലുബ് എന്ന് പറയുന്നത്. അതിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഇതാണ്. ഏതുപോലെ സൂറത്തു ഫാത്തിഹ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ അധ്യായമാണ്. പക്ഷേ സൂറത്തുൽ ഫാത്തിഹയുടെ ലുബ്, അതിൻ്റെ ഏറ്റവും കോർ ഏതാണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതിനുവേണ്ടിയാണ് അമ്പിയാക്കൾ നിയോഗിക്കപ്പെട്ടത്. അതിനുവേണ്ടിയാണ് സ്വർഗനരകങ്ങൾ ഉണ്ടാക്കപ്പെട്ടത്. സത്യവും അസത്യവും വേർതിരിക്കപ്പെടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. വിജയിയെയും പരാജയപ്പെട്ടവനെയും വേർതിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഏറ്റവും ശ്രദ്ധേയമായൊരു വിഷയത്തിലേക്ക് അവരെ കൊണ്ടുപോവാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്നി, നിശ്ചയമായും ഞാൻ. യഥാർത്ഥത്തിൽ ആ കോണ്ടസ്റ്റുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല, ഈ സ്വപ്നവുമായി അതിന് യാതൊരു ബന്ധവുമില്ല. പക്ഷേ അദ്ദേഹം അവരെ മെല്ലെ കൊണ്ടുപോവുകയാണ്. ഏതൊരു ദാഇയും ഏതൊരു പ്രബോധകനും ഏതൊരു നബിയും ജനങ്ങളിലേക്ക് എങ്ങനെയാണ് ഒരു വിഷയം പറഞ്ഞു വെക്കേണ്ടത്, ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങേണ്ടത് എന്നതിന് ഇതിൽ തെളിവുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇന്നി തറക്തു മില്ലത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹ്. അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ഒരു ജനതയുടെ മതം എനിക്ക് വേണ്ട. നോക്കൂ, അദ്ദേഹത്തിലേക്ക് ചേർത്ത് പറഞ്ഞിട്ട് അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരുടെ ആദർശം ഞാൻ സ്വീകരിക്കുന്നില്ല. മാത്രമല്ല വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. പരലോകത്തിലും വിശ്വാസമില്ല, അള്ളാഹുവിലും വിശ്വാസമില്ലാത്തവരുടെ ഒരു ആദർശം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. നിങ്ങൾക്ക് പാടില്ല എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യല്ല. നിങ്ങൾ തെറ്റിലാണ്, നിങ്ങളുടെ ആദർശം ശരിയല്ല എന്ന് പറഞ്ഞ് തുടങ്ങുന്നതിനേക്കാൾ അദ്ദേഹം തന്നിലേക്ക് ചേർത്തിട്ട് പറയാണ്, പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ഒരു ദർശനം എനിക്ക് വേണ്ട, അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കാത്ത ഒരു ദർശനവും എനിക്ക് വേണ്ട. അപ്പോൾ ഇന്നി, ഞാൻ തറക്തു മില്ലത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹ്. ഇവിടെ ലാ യുഅ്മിനൂന ബില്ലാഹ് എന്ന് പറഞ്ഞാൽ തീരെ അള്ളാഹു ഇല്ല എന്ന് വാദിക്കുന്നവരെ കുറിച്ചല്ല പറഞ്ഞത്, മറിച്ച് ലാ യുഅ്മിനൂന ബിവഹ്ദാനിയത്തില്ലാഹ്. അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കാത്തവർ, അഥവാ തൗഹീദുൽ ഉലൂഹിയത്ത് അംഗീകരിക്കാത്തവർ. കാരണം തൗഹീദുർ റുബൂബിയത്ത് അവരൊക്കെ അംഗീകരിച്ചിരുന്നവരാണ്, അവർ മുൽഹിദുകളായിരുന്നില്ല. എന്നാൽ തൗഹീദിൽ അവർക്ക് പിഴവ് സംഭവിച്ചിരുന്നു. അള്ളാഹു അല്ലാത്തവരോട് അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ടാണ് ലാ യുഅ്മിനൂന ബില്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ യുഅ്മിനൂന ബി വഹ്ദാനിയത്തില്ലാഹ് ഫി ഉലൂഹിയത്തിഹി. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഉലൂഹിയത്തിലുള്ള അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കാത്തവരുടെ ഒരു ദർശനം എനിക്ക് വേണ്ട. അതുകൊണ്ട് തന്നെ ശിർക്ക് ചെയ്യുന്ന ഒരാദർശം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. മാത്രമല്ല, തൗഹീദ് ശരിയല്ലെങ്കിൽ പിന്നെ മറ്റ് എല്ലാ ഈമാൻ കാര്യങ്ങളിലും പിഴവുണ്ടാകും. വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. അവർ പരലോകത്തെ നിഷേധിക്കുന്നവരുമാണ്. ഇസ്ലാമിൽ അടിസ്ഥാനപരമായ 2 ഈമാൻ കാര്യങ്ങളിൽ സുപ്രധാനമായ 2 എണ്ണം, ഒന്ന് അള്ളാഹുവിലും മറ്റൊന്ന് പരലോകത്തിലുമുള്ള വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഹദീസുകളിലൊക്കെ കാണാം, മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവർ. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ സംബന്ധിച്ച് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ, ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ. അള്ളാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസം. തൗഹീദ് ഉള്ള ആളുകൾക്ക് പരലോകത്തിലുള്ള വിശ്വാസം ക്ലിയറായിരിക്കും. പരലോകത്തിലുള്ള വിശ്വാസം ക്ലിയറുള്ളൊരു വ്യക്തി ഷിർക്കിനെ ഭയപ്പെടുകയും ചെയ്യും. ഷിർക്ക് ചെയ്യാൻ ഒരാളെ പ്രേരിപ്പിക്കുന്നത് പരലോകത്തിലെ അഖീദയിൽ പിഴവുണ്ടാകുമ്പോഴാണ്. അത് അവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചിലാവാമെന്ന് വിചാരിക്കുന്നവരാണ് ഷിർക്ക് ചെയ്യുക. എൻ്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഷെയ്ഖിൻ്റെ മുരീദായാൽ, ഏതെങ്കിലും ഒരു ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ആ ഷെയ്ഖിൻ്റെ ആളായാൽ അതിലൂടെ അങ്ങനെ ചുളിവിലൂടെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നു. മക്കാ മുശ്രിക്കുകളും വിചാരിച്ചത് അതാണ്, അങ്ങനെ അങ്ങ് രക്ഷപ്പെടാം. ഹൗലായി ശുഫഔന ഇൻദല്ലാഹ്, ഇവർ അള്ളാൻ്റെ അടുത്ത് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയും, അങ്ങനെ രക്ഷപ്പെടാം. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവർക്ക് ഇബാദത്ത് ചെയ്യുന്നത്.
അപ്പോൾ തൗഹീദിൽ പിഴച്ചാൽ ആഖിറത്തിലെ വിശ്വാസത്തിൽ പിഴവുണ്ടാകും. ആഖിറത്തെ സംബന്ധിച്ച് തെറ്റായ ധാരണയുണ്ടെങ്കിൽ തൗഹീദിലും പിഴവുണ്ടാകും. ഇതിൽ രണ്ടിലുമുള്ള ഈമാൻ ക്ലിയർ ആകുമ്പോഴാണ് മറ്റ് അഖീദയുടെ മുഴുവൻ വശങ്ങളും നേരെയാക്കാൻ ഒരാൾക്ക് തോന്നുകയുള്ളൂ, അയാൾക്കതിൽ പ്രചോദനം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഇസ്ലാമിൻ്റെ തൗഹീദ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു വകുപ്പ് വേണമല്ലോ, ഒരു വജീവ് വേണമല്ലോ. അപ്പോൾ ഒരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്, ഒരു വിഷയം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ മനസ്സിലുണ്ടാവും, കാരണം ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, താങ്കൾ ഒരു നല്ല മനുഷ്യനായിട്ടാണ് കാണുന്നതെന്ന് അവർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഞാൻ എന്തുകൊണ്ട് മുഹ്സിനായി? അതിലെൻ്റെ ഒരു പ്രത്യേകത, ഞാൻ ശിർക്കിനെ അംഗീകരിക്കുന്നില്ല, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരുടെ മില്ലത്ത് എനിക്ക് വേണ്ട, എൻ്റെ ദർശനം, എൻ്റെ മതം തൗഹീദിൻ്റെ മതമാണ്. മാത്രമല്ല ഞാൻ പരലോകത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു, പരലോകമുണ്ട്, ഇതാണ് എൻ്റെ അഖീദ. അപ്പോൾ സ്വാഭാവികമായും അവിടെ ചർച്ച ഉണ്ടാകും. ഇതിൽ നമുക്ക് വലിയൊരു മാതൃകയുണ്ട്. നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരു മുസ്ലിം, നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന മുസ്ലിം അല്ലാത്തൊരാൾ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന മുസ്ലിം അല്ലാത്തൊരാൾ, അവിടെ മുനാസബാത്തുകളെ, സന്ദർഭങ്ങളെ, സാഹചര്യങ്ങളെ എങ്ങനെ തൗഹീദ് പറയാൻ വേണ്ടി ഉപയോഗപ്പെടുത്താം എന്ന് ചിന്തിക്കണം. ഉദാഹരണത്തിന്, ഓണസദ്യക്ക് ഒരാൾ ക്ഷണിക്കുകയാണ് നമ്മെ, വിളിച്ച് കിട്ടണം എന്നാണ് ആഗ്രഹിക്കേണ്ടത്. എന്തിനാണ്? പോയി സദ്യ കഴിക്കാനല്ല, പിന്നെ തൗഹീദ് പറയാൻ. ഇത് നമുക്ക് പറ്റൂല. എന്തുകൊണ്ടാണ്? ഇന്നെന്ന പ്രശ്നങ്ങളാണ്, ഇങ്ങനെ ഞങ്ങളെ മതത്തിൽ ഇങ്ങനെ ഉണ്ട് എന്ന് വളരെ മനോഹരമായി നല്ല നിലക്ക് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ക്രിസ്തുമസിൻ്റെ കേക്ക് കൊണ്ടുവന്നു, ഒരവസരമായിട്ട് അതിനെ കാണണം. ഇതേപോലെ എന്തൊരു അവസരങ്ങളുണ്ടെങ്കിലും നമ്മളത് ഉപയോഗപ്പെടുത്തണം. അപ്പോൾ അവരിലേക്കൊരു എൻട്രി, പ്രവേശിക്കാനുള്ള എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്തിടുക. ചിലപ്പോൾ അവർ തന്നെ ചോദിച്ചേക്കും, എന്താണ് നിങ്ങളുടെ മതത്തിൽ ഇങ്ങനെ? പല പ്രശ്നങ്ങളും. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്, ചാനലുകളുടെ കാലഘട്ടമാണ്, ഇസ്ലാമിൻ്റെ വുളു വരെ ചർച്ച ചെയ്യുന്ന കാലഘട്ടമാണ്, ഇസ്ലാമിലെ മലമൂത്ര വിസർജന മര്യാദകൾ വരെ ചർച്ച ചെയ്യുന്ന കാലഘട്ടമാണ്. ഇസ്ലാമിനെ ആരോടും സംസാരിക്കാൻ വളരെയധികം അവസരങ്ങളുള്ളൊരു കാലഘട്ടത്തിൽ അൽഹംദുലില്ലാ തൗഹീദ് പറയാനും ഇസ്ലാമിനെ പരിചയപ്പെടുത്താനും എളുപ്പമാണ്. ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് ഇവർ കാണിച്ച ആ സ്നേഹവും താല്പര്യവും ചോദ്യവും ആ ഒരു സന്ദർഭത്തെ തൗഹീദ് പറയാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. എന്നിട്ട് സബ്ജക്റ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ നിലക്കുള്ളൊരു തന്ത്രമാണ് പറഞ്ഞത്. ഇന്നി തറക്തു മില്ലത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹ്, അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിനെ അംഗീകരിക്കാത്തൊരു സമൂഹത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല കേട്ടോ. സത്യത്തിൽ അവിടെ മതപരമായ ഒരു ചർച്ച വന്നിട്ടില്ല, പക്ഷെ അതിലേക്ക് എൻട്രൻസ് ഉണ്ടാക്കുകയാണ്. ഇന്നി തറക്തു മില്ലത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹ് വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, നിശ്ചയമായും അവർ ആഖിറത്തിൽ ആഖിറത്തെ നിഷേധിക്കുന്ന ആളുകളുമാകുന്നു എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു. ശേഷം അദ്ദേഹം പറയുന്നത് അവർ കേട്ടു നിൽക്കുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ ഒന്നുകൂടി വിഷയത്തിൻ്റെ മർമ്മത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് ആ രണ്ട് സുഹൃത്തുക്കളും ശ്രദ്ധിച്ചു. അവർ ഗണ്ഡിച്ചില്ല, അവരതിന് എതിര് പറഞ്ഞില്ല, അവർ കൗണ്ടറൊന്നും പറഞ്ഞില്ല. പ്രധാനപ്പെട്ട കൗണ്ടർ ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹു അത് സൂചിപ്പിക്കുമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞിട്ടില്ല. കാരണം പ്രവാചകന്മാരോട് അവരുടെ സമൂഹം നടത്തിയ എല്ലാ റദ്ദുകളും അൽഹംദുലില്ലാ പരിശുദ്ധ ഖുർആനിലുണ്ട്. നൂഹ് നബിയോട് പറഞ്ഞതുണ്ട്, ഇബ്രാഹിം നബിയോട് പറഞ്ഞതുണ്ട്. അങ്ങനെ സകല പ്രവാചകന്മാരോടും അവരുടെ സമൂഹം പ്രതികരിച്ചത് പരിശുദ്ധ ഖുർആനിലുണ്ട്. പക്ഷേ ഈ രണ്ട് ചെറുപ്പക്കാർ ഇത് പറഞ്ഞപ്പോൾ പ്രതികരിച്ചില്ല. അതുകൊണ്ട് തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും ഒന്നുകൂടി സബ്ജക്റ്റിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, വത്തബഅതു, ഇന്നെന്ന മില്ലത്ത് എനിക്ക് പാടില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ പാടുള്ള മില്ലത്തേതാണ് അത് പറയണമല്ലോ. പാടുള്ള മില്ലത്തേതാണ്? ഇന്നി തറക്തു മില്ലത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹി വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. ഇന്നെന്ന മില്ലത്തൊന്നും എനിക്ക് പറ്റൂല. പിന്നെ പറ്റുന്ന മില്ലത്തേതാണ്? അതും വ്യക്താക്കണം, അതും വ്യക്തമാക്കണം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വത്തബഅതു, ഇത്തബഅ യത്തബിഉ ഇത്തിബാഅൻ, പിൻപറ്റുക. വത്തബഅതു, ഞാൻ പിൻപറ്റിയിരിക്കുന്നു, മില്ലത, ഒരു ആദർശത്തെ, ഒരു മതത്തെ. മില്ലത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ ഉൾക്കൊള്ളുന്ന
ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു ദർശനത്തെയാണ്, യഥാർത്ഥത്തിൽ മതത്തെയാണ് മില്ലത്ത് എന്ന് പറയുന്നത്. ആ മില്ലത്തിന് അതിൻ്റേതായ വിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ടാകും. അതിനാണ് മില്ലത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പിൻപറ്റിയിട്ടുള്ള മില്ലത്ത് വത്തബഅതു മില്ലത ആബാഇ, എൻ്റെ പിതാക്കന്മാർ, എൻ്റെ ഉപ്പയും ഉപ്പയുടെ ഉപ്പയും ഉപ്പയുടെ ഉപ്പയും, അതാണ് ഉദ്ദേശം. ആരൊക്കെയാണത്? ഇബ്രാഹീമ വ ഇസ്ഹാഖ വ യാഖൂബ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മകനായ ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മകനായ എൻ്റെ പിതാവായ എൻ്റെ ഉപ്പയായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആദർശത്തെയാണ് ഞാൻ പിൻപറ്റിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ഈ പ്രവാചകന്മാരെ അവർക്കൊക്കെ അറിയാം. ഇബ്രാഹിം നബിയെ അറിയാം, ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമയെ അറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ മില്ലത്ത് തൗഹീദിൻ്റെ മില്ലത്താണ്, ഞാൻ അതാണ് സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ സ്വീകാര്യതയുണ്ടാകും. അതുകൊണ്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് പറയുമ്പോൾ പറഞ്ഞത് എന്താണ്? യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബകുമുല്ലദീ ഖലഖകും, നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ ആരാധിക്കൂ. അപ്പോൾ പിന്നെ ആർക്കും തർക്കമില്ല. നിങ്ങൾ മുസ്ലിമീങ്ങളുടെ ദൈവത്തെ ആരാധിക്കുന്നു പറഞ്ഞാൽ ക്രിസ്ത്യാനിക്കും ഹൈന്ദവനും അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങൾ അറബികളുടെ ദൈവത്തെ ആരാധിക്കുന്നു പറഞ്ഞാൽ അനറബികൾക്കതിൽ ബുദ്ധിമുട്ടുണ്ടാകും. മനുഷ്യ, നീ നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്ന എന്താണ്? അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ദൈവത്തെ അല്ല, എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തെ ആരാധിക്കാനാണ്. അങ്ങനെയാകുമ്പോൾ അവിടെ ഒരു തർക്കത്തിൻ്റെ പ്രശ്നമില്ല, ഒരു വിയോജിപ്പിൻ്റെ പ്രശ്നമില്ല, ഒരു ഈഗോയുടെ പ്രശ്നമില്ല. ഇല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ ദൈവത്തെ ഹൈന്ദവൻ എങ്ങനെ ആരാധിക്കും, ക്രൈസ്തവൻ്റെ ദൈവത്തെ മുസ്ലിമീങ്ങൾ എങ്ങനെ ആരാധിക്കും തുടങ്ങിയ ഈഗോ പ്രശ്നങ്ങളുണ്ടാകും. എന്നാൽ ഉഅ്ബുദൂ റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ, നിങ്ങളെയും നിങ്ങളുടെ പൂർവ്വപിതാക്കളെയും സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കൂ. അപ്പോൾ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റും. അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ തൗഹീദിനെ അവതരിപ്പിക്കേണ്ടത്. തീർന്നില്ല, വീണ്ടും പറഞ്ഞു, കോമണായി എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്നത് എന്താണ്? അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. നിങ്ങൾ ഏതൊരു ആകാശമാണോ ഉപയോഗപ്പെടുത്തുന്നത് ആ ആകാശത്തിൻ്റെ സ്രഷ്ടാവ്, ഏതൊരു ഭൂമിയിലാണോ നിങ്ങൾ ജീവിക്കുന്നത് ആ ഭൂമിയുടെ സ്രഷ്ടാവ്, ഏതൊരു മഴയാണോ നിങ്ങൾ ആസ്വദിക്കുന്നത് ആ മഴ നിങ്ങൾക്ക് ഇറക്കിത്തന്നവൻ, ഏതൊരു സസ്യലതാദികളിൽ നിന്നാണോ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് അതിനെ നിങ്ങൾക്ക് വേണ്ടി വളർത്തിയവൻ. അവിടങ്ങളിലൊന്നും തന്നെ മുഹമ്മദ് നബിയുടെ ദൈവത്തെ എന്നോ മുസ്ലിങ്ങളുടെ ദൈവത്തെ എന്നോ അറബികളുടെ ദൈവത്തെ എന്നോ പറയാതെ നിങ്ങൾക്ക് ഇന്നെന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നവൻ ആരാണോ അവനെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അവരെല്ലാവരും കോമണായി അംഗീകരിക്കുന്ന ആ മഹാപ്രവാചകന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് തൗഹീദിനെ കുറിച്ച് പറഞ്ഞത് വത്തബഅതു മില്ലത ആബാഇ ഇബ്രാഹീമ വ ഇസ്ഹാഖ വ യാഖൂബ്, ഞാൻ പിൻപറ്റുന്ന മില്ലത്ത് ഈ മഹാന്മാരായ 3 പ്രവാചകന്മാർ ലോകത്തെ ക്ഷണിച്ച മില്ലത്താണ്, തൗഹീദിൻ്റെ മില്ലത്താണ്. മില്ലത അബീകും ഇബ്രാഹീം ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ, നിങ്ങളുടെ ഉപ്പയായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്ത്. യഹൂദരും ക്രൈസ്തവരും മുസ്ലിമീങ്ങളും ഒക്കെ ആദർശ പിതാവായി അംഗീകരിക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. യഹൂദന്മാർക്കിടയിൽ അദ്ദേഹം സ്വീകാര്യനാണ്, ക്രൈസ്തവർക്ക് അദ്ദേഹം സ്വീകാര്യനാണ്. എങ്കിൽ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് സ്വീകരിക്കാൻ ആർക്കും ബുദ്ധിമുട്ട് വേണ്ടതില്ല എന്നർത്ഥം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മാ കാന ലന, ഞങ്ങൾക്ക് പാടില്ല, അഥവാ മാ കാന യംബഗി ലന, ഞങ്ങൾക്ക് അനുയോജ്യമല്ല. എന്ത്? അൻ നുശ്രിക ബില്ലാഹി മിൻ ഷൈ, അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കൽ. അശ്റക യുശ്രികു ഇശ്റാക്കൻ. അൻ നുശ്രിക ബില്ലാഹി മിൻ ഷൈ, ഒരു വസ്തുവിനെയും, ഷൈ എന്ന് പറഞ്ഞാൽ എല്ലാം അതിൽപ്പെട്ടു, ജീവനുള്ളതും ഇല്ലാത്തതും ചെറുതും വലുതും എല്ലാം അതിൽപ്പെട്ടു. സൃഷ്ടികളഖിലവും ഷൈ ആണ്, സൃഷ്ടികളഖിലവും ഷൈ ആണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് ഒഴിവാണ്.
മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ഷൈഇൻ, ഒന്നിനെയും അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ ഞങ്ങൾക്ക് പാടില്ല. നോക്കൂ, അവിടങ്ങളിലൊക്കെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഉപയോഗിക്കുന്ന വളരെ ഹിക്മത്ത്, അഥവാ ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ഹിക്മത്തോടുകൂടി ദഅവത്ത് നടത്തൂ, ഞാൻ ചെയ്യൂല, ഞങ്ങൾക്ക് പാടില്ല എന്നിങ്ങനെ തന്നിലേക്ക് ചേർത്താണ് പറയുന്നത്, ആ കുടുംബത്തിലേക്ക് ചേർത്താണ് പറയുന്നത്. അപ്പോൾ ചിന്തിക്കുന്ന ആളിങ്ങനെ ചിന്തിക്കും, തരക്കേടില്ലാത്ത ആദർശമാണല്ലോ. ഞങ്ങൾ മുസ്ലിമീങ്ങൾ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണമെന്നാണ് ഞങ്ങൾ പഠിപ്പിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾക്ക് അതിലേക്കൊരു ഒരു താല്പര്യം ഉണ്ടാകും. അയൽവാസികളോട് എങ്ങനെ പെരുമാറണം എന്നാണ് മുസ്ലിമീങ്ങൾ പഠിപ്പിക്കപ്പെട്ടത്. കച്ചവടം ചെയ്യുമ്പോൾ ഇങ്ങനെ കച്ചവടം ചെയ്യണമെന്നാണ് ഞങ്ങൾ പഠിപ്പിക്കപ്പെട്ടത്. ഭാര്യമാരോട് ഇങ്ങനെ പെരുമാറണം എന്നാണ് ഞങ്ങൾ പഠിപ്പിക്കപ്പെട്ടത്. ലൈംഗിക വിഷയത്തിൽ ഇന്ന വഴികളിലൂടെ സഞ്ചരിക്കരുതെന്നാണ് ഞങ്ങൾ പഠിപ്പിക്കപ്പെട്ടത്. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ ഇന്ന കാര്യങ്ങളാണ് ഞങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പരലോകത്തിൽ ഇങ്ങനെ വിശ്വസിക്കണമെന്നാണ് ഞങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നിങ്ങനെ ഇസ്ലാമിൻ്റെ മഹാസിനുകൾ പറഞ്ഞു നോക്കൂ, തീർച്ചയായും അതിൽ വലിയ സ്വാധീനമുണ്ടാകും. അപ്പോൾ ഓരോ സന്ദർഭങ്ങളും ഉപയോഗപ്പെടുത്തി എങ്ങനെയാണ് കേൾവിക്കാരന് തൻ്റെ ആദർശത്തോട് താല്പര്യമുണ്ടാക്കിയെടുക്കുക എന്നാണ് ഒരു ദാഇ, ഒരു പ്രബോധകൻ ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് മാ കാന ലനാ, ഞങ്ങൾക്ക് പാടില്ല. ഇതെല്ലാവർക്കും പാടില്ലാത്ത കാര്യമാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ഷൈഇ, അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ ഞങ്ങൾക്ക് പാടില്ല. തൗഹീദിൻ്റെ, കറകളഞ്ഞ തൗഹീദിൻ്റെ ആദർശമാണ്. അതുകൊണ്ടാണ് ഇവിടെ നേരത്തെ ഇന്നി തറക്തു മില്ലത്ത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാ എന്നതിൻ്റെ മഅന ഈ ആയത്തിലുണ്ട്. എന്താണത്? മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ഷൈഇ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന വിഷയമാണ് പറഞ്ഞത്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ഷിർക്ക് ചെയ്തുകൊണ്ടുള്ള വിശ്വാസമാണ്. മഹാഭൂരിപക്ഷവും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, പക്ഷേ ഷിർക്ക് കലർന്ന വിശ്വാസമാണ്. അതാണ് മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ഷൈഇ, ഒന്നിനെയും അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല. മുഖറബീങ്ങളായ മലക്കുകളെ പാടില്ല, മുർസലീങ്ങളായ നബിമാരെ പാടില്ല, ജിന്നുകളെ പാടില്ല, സചേതനമോ അചേതനവുമായ യാതൊരു വസ്തുവിനെയും അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ദാലിക മിൻ ഫദ്ലില്ലാഹി അലൈന. നോക്കൂ, വളരെ മനോഹരമായ സംസാര ശൈലിയാണ്, വളരെ മനോഹരമായ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ദാലിക മിൻ ഫദ്ലില്ലാഹി അലൈന, ഇത് അള്ളാഹു ഞങ്ങൾക്ക് ചെയ്തു തന്ന വമ്പിച്ച ഫദ്ലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഞങ്ങൾക്ക് ചെയ്തു തന്ന ഫദ്ൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഔദാര്യം. ദാലിക മിൻ ഫദ്ലില്ലാഹി അലൈന, ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല ഞങ്ങൾക്ക് തന്നിട്ടുള്ള വമ്പിച്ച ഔദാര്യമാകുന്നു. അപ്പം അത്രയും നേരം ഞങ്ങൾ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് നിങ്ങൾ എന്നും പറയാതെ അടുത്ത വേർഡ് ശ്രദ്ധിക്കൂ. വ അലന്നാസ്, സകല മനുഷ്യർക്കും തൗഹീദ് വലിയ അനുഗ്രഹമാണ് കേട്ടോ. സകല മനുഷ്യർക്കും തൗഹീദ് വലിയ അനുഗ്രഹമാണ്. ദാലിക മിൻ ഫദ്ലില്ലാഹി അലൈന. അപ്പോൾ മെല്ലെ പറഞ്ഞ് പിന്നീട് സബ്ജക്റ്റ് കോമൺ ആക്കി, മെല്ലെ പറഞ്ഞ് പിന്നീട് തൗഹീദ് സകല മനുഷ്യർക്കുമുള്ള ആദർശമാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ദാലിക മിൻ ഫദ്ലില്ലാഹി അലൈന, ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല ഞങ്ങളോട് കാണിച്ച വലിയ ഔദാര്യമാണ്. വ അലന്നാസ്, ജനങ്ങളോട് കാണിച്ച ഔദാര്യവുമാണ്. വലാകിന്ന, പക്ഷേ അക്സറന്നാസി, മനുഷ്യന്മാരിൽ മഹാഭൂരിപക്ഷവും ലാ യഷ്കുറൂൻ, അവർ നന്ദി കാണിക്കാത്ത ആളുകളാകുന്നു. മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും അള്ളാഹുവിനോട് നന്ദി കാണിക്കാത്തവരാകുന്നു. വലാകിന്ന അക്സറന്നാസി ലാ യഷ്കുറൂൻ, മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും തൗഹീദ് എന്ന മഹത്തായ ഫളലിനെ തിരിച്ചറിയാതെ അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നവരാകുന്നു. ഇവിടെ മഹാനായ ഇബ്നു ജരീർ അത്തൊബരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീർ രേഖപ്പെടുത്തി, സ്വപ്നത്തെക്കുറിച്ച് വ്യാഖ്യാനം ചോദിച്ചപ്പോൾ അവിടെ തൗഹീദ് കൊണ്ട് മറുപടിയുടെ പ്രശ്നം എന്താണ്? അവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനസ്സിൽ സ്വാധീനിച്ച ഒരു ചിന്ത ഉണ്ട് എന്നാണ്. എന്താണത്? ആ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴേക്ക് തന്നെ അതിൽ ഒരാൾ വധിക്കപ്പെടും എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇബ്നു ജരീർ അത്തൊബരി റഹിമഹുല്ലാഹ് പറയുകയാണ്, ലമ്മ അറഫ നബിയുല്ലാഹി യൂസുഫ് അന്ന അഹദഹുമാ മഖ്തൂലുൻ,
അവരിൽ ഒരാൾ കൊല്ലപ്പെടുമെന്ന് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് മനസ്സിലായപ്പോൾ ദഅാഹുമാ ഇലാ ഹദ്ദിഹിമാ മിൻ റബ്ബിഹിമാ വ ഇലാ നസീബിഹിമാ മിൻ ആഖിറതിഹിമാ. ദുനിയാവിൻ്റെ ഹള്ള് പോയാലും വേണ്ടിയില്ല, ആഖിറത്ത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ അദ്ദേഹം അവർക്കാദ്യം തൗഹീദ് പറഞ്ഞു കൊടുത്തു എന്നാണ്. കാരണം ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ ചില തഫ്സീറുള്ളത് അടുത്ത 3 ദിവസത്തിനിടയിൽ ഇത് സംഭവിക്കുന്നതാണ്. ഖുദിയൽ അംറുല്ലദീ ഫീഹി തസ്തഫ്തിയാൻ എന്നാണ്. കാര്യം രാജാവിൻ്റെ കൊട്ടാരത്തിൽ തീരുമാനമായി കഴിഞ്ഞു. 3-ാം നാൾ അവരിൽ ഒരാൾ കുരിശിൽ ഏറ്റപ്പെടും. അപ്പോൾ ദുനിയാവ് ദുനിയാവിൽ നിന്ന് അയാൾ വിട പറയും. പക്ഷേ പരലോകം നഷ്ടപ്പെടരുത്. അതിനെന്തു വേണം? തൗഹീദ് പഠിച്ച് മനസ്സിലാക്കി മരിക്കണം. അതുകൊണ്ട് തന്നെ ഒട്ടും താമസിക്കാതെ, പിന്നീടാവാമെന്ന് വെക്കാതെ ആ സന്ദർഭത്തെ ഭംഗിയായി ഉപയോഗപ്പെടുത്തി അവർക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. പ്രബോധകന്മാരുടെ ഹൃദയങ്ങളിൽ നസീഹത്ത് ഇല്ല എങ്കിൽ അവർ യഥാർത്ഥ ദാഇകളാവാൻ അർഹരല്ല. ദഅവത്തിൻ്റെ അസ്ലായി നിലകൊള്ളുന്നത് മനുഷ്യനോടുള്ള അതിരില്ലാത്ത കാരുണ്യമാണ്. എല്ലാ നബിമാരും അവരുടെ സമൂഹത്തോട് പറഞ്ഞതെന്താണ്? അനലക്കും നാസിഹുൻ അമീൻ, നിങ്ങളോട് അങ്ങേയറ്റം ഗുണകാംക്ഷയാണ് എനിക്ക്, വിശ്വസ്തനാണ് ഞാൻ കളവല്ല പറയുന്നത്. നോക്കൂ, ഞാൻ നിങ്ങൾക്കിടയിൽ വിശ്വസ്തനല്ലേ, നിങ്ങൾ എന്നെ വിശ്വസിക്ക്. ഞാൻ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട്, നിങ്ങളോടുള്ള ഗുണകാംക്ഷ കൊണ്ടാണിത് പറയുന്നതെന്നാണ് എല്ലാ പ്രവാചകന്മാരും അവരുടെ സമൂഹത്തോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മനുഷ്യന് നാളെ പരലോകത്ത് വരാനിരിക്കുന്ന വലിയ അപകടങ്ങളെ മുന്നിൽ കണ്ട് അതിൽ നിന്ന് അവരെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്ന ചിന്തയാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാരെ എത്ര അവർ പരിഹസിച്ചു, പീഡിപ്പിച്ചു, നാട് കടത്തി. പക്ഷേ അവർ തൗഹീദ് പറഞ്ഞു കൊടുക്കുന്നത് കൈയൊഴിഞ്ഞില്ല, ആ ജനതയെ കൈയൊഴിഞ്ഞില്ല. സൂറത്തു യാസീനിൽ നമുക്ക് കാണാം, പ്രവാചകന്മാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. ആ ജനതയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാം, തനിക്ക് അപകടമുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതും അവർക്കറിയാം. പക്ഷേ ഒരു ജനതക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിലുള്ളൊരു പ്രയാസം ഓർത്തിട്ട് അദ്ദേഹം അവരോട് സംസാരിക്കാൻ. അദ്ദേഹം കൊല്ലപ്പെട്ടു, അവർ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു, അദ്ദേഹം ഷഹീദായി. അങ്ങനെ ഷഹീദായ സമയത്തും ആ മനുഷ്യൻ പറയുന്നത് യാ ലൈത ഖൗമി യഅലമൂൻ, എൻ്റെ സമൂഹം ഇതൊന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാനിതാ സ്വർഗത്തിലാണ്. അള്ളാഹു എന്നെ സ്വർഗത്തിലാക്കിയിരിക്കുന്നു. ഞാൻ സ്വീകരിച്ച പ്രവാചകന്മാർ പറഞ്ഞതാണ് ശരി, ഞാൻ സ്വീകരിച്ച ആദർശമാണ് ശരി. എന്നെ കൊന്നവരിതൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. അപ്പോഴും അവരോടുള്ള സ്നേഹമാണ്, അവർ കൊന്നുകളഞ്ഞിട്ടും അവരോടുള്ള സ്നേഹമാണ് ആ മനുഷ്യൻ്റെ പ്രാർത്ഥനയിൽ ഉണ്ടാകുന്നത്. യാ ലൈത ഖൗമി യഅലമൂൻ, എൻ്റെ സമൂഹം ഇതൊന്നറിഞ്ഞിരുന്നെങ്കിൽ. ഇങ്ങനെ ഈ ലോകം നഷ്ടപ്പെട്ടാലും നാളെ ആഖിറത്ത് ഒരാൾക്കും നഷ്ടപ്പെട്ടുകൂടാ എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തിൽ നിന്നാണ് ഇസ്ലാമിക ദഅവത്ത് ആരംഭിക്കേണ്ടത്. അതുകൊണ്ടാണ് ലോകത്തിന് മുഴുവൻ കാരുണ്യമായി നിയോഗിക്കപ്പെട്ട പ്രവാചകന്റെ അടയാളം റഹ്മത്തായിരുന്നു എന്നാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകർക്ക് മുഴുവൻ കാരുണ്യമായി കൊണ്ടല്ലാതെ ആ പ്രവാചകൻ നിയോഗിക്കപ്പെട്ടിട്ടില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ വളരെ ഹാപ്പിയായി നിൽക്കുന്ന ഒരു സമയം ഞാൻ കണ്ടപ്പോൾ, വളരെ നല്ല മുഖഭാവവും വളരെ സന്തോഷവാനാണ് അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് എനിക്ക് തോന്നിയപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. നോക്കൂ, നമ്മളാരും ചിന്തിക്കുന്നത് പോലെയല്ല ആയിഷ റളിയല്ലാഹു അൻഹ ചിന്തിച്ചത്. ഒരു ഭർത്താവ് വളരെ ഹാപ്പിയായി നിൽക്കുമ്പോൾ ഭാര്യ സാധാരണ ചോദിക്കാറ് ദുനിയാവിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളാണ്.
നിങ്ങളെനിക്കൊരു മാല വാങ്ങിത്തരും, ഒരു വള വാങ്ങിത്തരും, എന്നെ അവിടെ കൊണ്ടുപോകുമോ, പാർക്ക് കൊണ്ടുപോകുമോ, എന്ന ഭക്ഷണം വാങ്ങിത്തരും, ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക. അത് തെറ്റൊന്നുമല്ല കേട്ടോ, അതിനെ കുറ്റം പറയുകയല്ല, അത് തെറ്റുമല്ല. എന്നാലും ആയിഷ റളിയല്ലാഹു അൻഹ ചിന്തിച്ച ആ ചിന്തയിലേക്ക് ഞാൻ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ റസൂലിനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. അള്ളാഹുവേ, ആയിഷ ബീവിക്ക് നീ പുറത്തു കൊടുക്ക് റബ്ബേ, അവളുടെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ആ ദുആൻ്റെ സന്തോഷം കൊണ്ട് ഞാൻ ചിരിച്ച് നബിയുടെ മാറിലേക്ക് ചായഞ്ഞു എന്നാണ്. നബിയുടെ മടിയിലേക്ക് അല്ലെങ്കിൽ മാറിലേക്ക് ഞാൻ ചായഞ്ഞു, സന്തോഷം കൊണ്ട്, ആഹ്ലാദം കൊണ്ട്. കാരണം കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ എൻ്റെ ഭാര്യയ്ക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഭർത്താവിൻ്റെ സ്നേഹം, അതിനപ്പുറത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ, അതും തൻ്റെ പ്രിയ പത്നിക്ക് വേണ്ടി. നിങ്ങൾക്ക് ആരെയാണ് നബിയെ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ ഒരല്പം പോലും ശങ്കയില്ലാതെ എനിക്ക് ആയിഷയെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞ ആ പ്രവാചകൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം സ്വീകാര്യത ഉണ്ടാകും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആയിഷ, നിനക്ക് അത്ഭുതം തോന്നി എൻ്റെ പ്രാർത്ഥന? നിന്നെ സന്തോഷിപ്പിച്ചോ എൻ്റെ പ്രാർത്ഥന? എന്നാൽ അറിയണം, നീ അറിയണം, ഈ ഉമ്മത്തിന് വേണ്ടി എൻ്റെ എല്ലാ നമസ്കാരത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇതേ പ്രാർത്ഥന. സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ഉമ്മത്തിന് വേണ്ടി എല്ലാ വഖ്ത് നമസ്കാരത്തിലും, പടച്ച റബ്ബേ, എൻ്റെ ഉമ്മത്തിന് അവരുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്ക റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് കാരുണ്യത്തിൻ്റെ പ്രവാചകൻ, ദഅവത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക, അമ്പിയാക്കളുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനിൽ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ആ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ആ മാതൃകയെ പിൻപറ്റുന്ന ആളുകൾ ഈ സമൂഹത്തിന് ഇസ്ലാമിക ദഅവത്ത് എത്തിച്ചു കൊടുക്കുക. എല്ലാവർക്കും എന്തെങ്കിലും ബഹാന ഉണ്ടാക്കിയിട്ട്, എന്തെങ്കിലും മുനാസബാത്തുകൾ ഉണ്ടാക്കിയിട്ട് കഴിവിൻ്റെ പരമാവധി ജനങ്ങൾക്ക് ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുക. അവരറിയട്ടെ, മരിക്കുന്നതിന് മുമ്പ് എല്ലാവരും മുഹമ്മദ് നബിയെക്കുറിച്ച് അറിയണം, ഖുർആനിനെക്കുറിച്ച് അറിയണം, തൗഹീദ് അറിയണം, ആഖിറത്തിനെക്കുറിച്ച് അറിയണം, ഒരു സ്വർഗ്ഗനരകം വരാനുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഈ സമൂഹം അറിയണം. അവർക്കത് പറഞ്ഞു കൊടുക്കണം. മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നമുക്കുള്ള ഏറ്റവും വലിയ മാതൃക എന്നുള്ളത് അതാണ്. സൂറത്ത് യൂസുഫിലെ ഏറ്റവും അടിസ്ഥാന ആയത്തുകളും ഏറ്റവും ഗൗരവമേറിയ സബ്ജക്റ്റും ഈ സബ്ജക്റ്റാണ്. നേരത്തെ പറഞ്ഞ സബ്ജക്റ്റുകളല്ല, അതതിൻ്റെ ഫുറുകളാണ്, ബേസ് ഇതാണ്, തൗഹീദാണ്. ആ തൗഹീദും പരലോകത്തിലുമുള്ള വിശ്വാസമാണ് നേരത്തെ പറഞ്ഞ പരീക്ഷണത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ രക്ഷപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ അതിന് കാരണമായി വർത്തിച്ച ആദർശമാണ് പ്രധാനം, അത് തൗഹീദാണ്, പരലോകത്തിലുള്ള വിശ്വാസമാണെന്ന് മനസ്സിലാക്കുക. ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്താൽ മറ്റു ഭാഗങ്ങൾ അടുത്ത ദർസിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ പാകപ്പിഴവുകളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരികയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ സമ്പത്തിലും നമ്മുടെ ആരോഗ്യത്തിലും നമ്മുടെ കർമ്മങ്ങളിലും നമ്മുടെ സന്താനങ്ങളിലും നമ്മുടെ കച്ചവടങ്ങളിലും ബിസിനസ്സിലും ജോലിയിലും എല്ലാറ്റിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. കൺകുളിർമയുള്ള ഇണകളെയും സന്താനങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഈ മഹത്തായ സ്ഥാപനത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ നന്മകളും നൽകുമാറാകട്ടെ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ കമ്മിറ്റിക്കും കമ്മിറ്റിയിലെ മെമ്പർമാർക്കും എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരുലോകത്തും അർഹമായ പ്രതിഫലം നൽകട്ടെ. നമുക്കിതിനു വേണ്ടി അനുവാദം നൽകുന്ന ഈ രാജ്യത്തിലെ നല്ലവരായ ഭരണാധികാരികൾക്കും ബന്ധപ്പെട്ട ആളുകൾക്കുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറാത്തുകളും ബറക്കാത്തുകളും അവരുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ. നാളെ പരലോകത്ത് ഇതേപോലെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ചുകൂടി മുഖാമുഖം ഇരുന്ന് സന്തോഷിക്കുവാൻ സംസാരിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഈ ലോകത്തും ഖബറിലും മഹ്ശറിലും സ്വർഗ്ഗത്തിലും വലിയ ദറജകൾ ലഭിക്കുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.